ഹായ് ഫ്രണ്ട്സ്, ലേൺ ന്യൂയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ. ആദ്യമായിട്ട് നമുക്ക് ജിറോകോപ്റ്റർ നമ്മുടെ ഹിമാലയത്തിൽ ആദ്യമായിട്ട് ഹിമാലയത്തെ പറന്ന് കാണാൻ പറ്റുന്നത് ജിറോകോപ്റ്റർ വഴി നമുക്ക് സഹായിക്കും. അതായത് നമ്മുടെ ഇന്ത്യയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ജിറോകോപ്റ്റർ സഫാരിക്ക് തുടക്കമിടുകയാണ്. ഓക്കെ, അതെവിടെ വെച്ചിട്ടാണ്? ഉത്തരാഖണ്ഡിലാണ് ഈ നൂതന സഫാരിക്ക് തുടക്കമിടുന്നത്. ഈ ജിറോകോപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഹെലികോപ്റ്ററിൻ്റെ തന്നെ വേറെ ഒരു ടൈപ്പ് ഒരു വാഹനമാണ്. അതിൽ സാഹസിക വിനോദസഞ്ചാരത്തിൽ പ്രധാനപ്പെട്ടതാണ് ഈ ജിറോകോപ്റ്റർ സഫാരികൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ് തുടക്കമിടുന്നത്? ഉത്തരാഖണ്ഡിലാണ് ആദ്യമായിട്ട് ഈ ജിറോകോപ്റ്റർ സഫാരിക്ക് നമ്മൾ തുടക്കമിടുന്നത്. ഈ ജിറോകോപ്റ്റർ വഴി നമുക്ക് ഹിമാലയത്തെ ഫുള്ളായിട്ട് പറന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാറ്റിൻ്റെ ഗതിയിൽ സഞ്ചരിക്കുന്ന മിനി ഹെലികോപ്റ്റർ മാതൃകയിലുള്ള വാഹനമാണ് ഈ ജിറോകോപ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രതിരോധ ടൂറിസം മേഖലകളിലാണ് നിലവിൽ ഇവ ഉപയോഗിക്കുന്നത്. ഹെലികോപ്റ്ററിനേക്കാൾ ചിലവ് കുറവും അതേസമയം സുരക്ഷിതവുമാണെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ്? ഹെലികോപ്റ്ററിനേക്കാൾ ചിലവ് കുറവും അതുപോലെ തന്നെ സുരക്ഷിതവുമാണ്. അപ്പം ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്? നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന നൂതന ഒരു അപ്ഡേറ്റ് ആണ് അല്ലേ? അതായത് നമ്മുടെ ഹെലികോപ്റ്ററിന് പകരം എന്താണ്? ജിറോകോപ്റ്ററുകൾ വഴി നമ്മൾ നൂതന സഫാരിക്ക് തുടക്കമിടുന്നു. എവിടെയാണ് തുടക്കമിട്ടത്? ഉത്തരാഖണ്ഡിൽ. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉത്തരാഖണ്ഡിലാണ് ജിറോകോപ്റ്റർ സഫാരിക്ക് തുടക്കമിടുന്നത്. ഒരു കറണ്ട് അഫെയർ ആണ്, മറക്കരുത്. ഓക്കെ, ജിറോകോപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റിൻ്റെ ഗതിയിൽ സഞ്ചരിക്കുന്ന മിനി ഹെലികോപ്റ്റർ മാതൃകയിലുള്ള വാഹനമാണ് ജിറോകോപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ഒരു നൂതന അപ്ഡേറ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ തവളയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ തവള ഏത് ഇനത്തിൽപ്പെടുന്നവയാണ്? ലിംനോനെക്ടസ് ഇനത്തിൽപ്പെടുന്നവയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ തവള. നമ്മുടെ PSC ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഏത് ഇനത്തിൽപ്പെട്ടതാണ്? ലിംനോനെക്ടസ്. ഇതിൻ്റെ സവിശേഷത എന്താണ്? പ്രത്യുൽപാദന സ്വഭാവത്തിൽ വളരെയധികം വ്യത്യസ്തകൾ പുലർത്തുന്നവയാണ് ഈ ലിംനോനെക്ടസ് ജനുസിൽപ്പെടുന്ന തവളകൾ. ഇതിനെ കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിലെ സുലവേസിയയിലാണ്. അതുപോലെ തന്നെ സവിശേഷമായ പ്രത്യുൽപാദന സ്വഭാവമാണ് ഈ ഇനത്തിൽപ്പെട്ട തവളകൾക്കുള്ളത്. അതുപോലെ തന്നെ സുലവേസിയയിലെ സമ്പന്നമായ ജൈവവൈവിധ്യം പര്യവേക്ഷണം ചെയ്യുന്ന ബയോളജിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് ഈ കണ്ടെത്തൽ നടത്തിയത്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 30 മില്ലിമീറ്റർ മാത്രമാണ് അല്ലേ? അത്രയും മാത്രമാണ് ഇതിൻ്റെ നീളം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുട്ടയിടുന്ന രീതിക്കും ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇത് ഏത് ഇനത്തിൽപ്പെട്ട തവളകളാണ്? ലിംനോനെക്ടസ്. മറക്കരുത്, ലിംനോനെക്ടസ് ഇനത്തിൽപ്പെട്ട തവളകളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ തവളകൾ. കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകനായ ജിം മക്ഗുയറും സംഘവുമാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. ഓക്കെ, കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകനായ ജിം മക്ഗുയറും സംഘവുമാണ് ഈ തവളയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ നീളം എത്രയാണ്? 30 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ നീളം. ഓക്കെ, അപ്പം ഏതിനത്തിൽപ്പെട്ട തവളയാണ് ഏറ്റവും ചെറിയ തവള? ലിംനോനെക്ടസ്. മറക്കരുത്. ഓക്കെ, കറണ്ട് അഫെയർ ആണ്. അടുത്തൊരു കറണ്ട് അഫെയർ ആണ്. UN പരിസ്ഥിതി പരിപാടിയുടെ 7ാമത് ആഗോള പരിസ്ഥിതി വിശകലന റിപ്പോർട്ടിൻ്റെ, അതായത് ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഔട്ട്ലുക്കിൻ്റെ റിവ്യൂ എഡിറ്ററായിട്ട് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും UN പരിസ്ഥിതി സമ്മേളനങ്ങളിലെ നെഗോഷിയേറ്ററുമായ ഡോക്ടർ എസ് ഫൈസിയെ തിരഞ്ഞെടുത്തു. അപ്പം ഡോക്ടർ എസ് ഫൈസി ആണ് എന്തിൻ്റെ റിവ്യൂ എഡിറ്റർ എന്നറിയപ്പെടുന്നത്? ജിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഔട്ട്ലുക്കിൻ്റെ റിവ്യൂ എഡിറ്ററായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ്? പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും UN പരിസ്ഥിതി സമ്മേളനങ്ങളിലെ നെഗോഷിയേറ്ററുമായ ഡോക്ടർ എസ് ഫൈസിയാണ്
തിരഞ്ഞെടുത്തിരിക്കുന്നത്. UN അംഗരാജ്യങ്ങളും പരിസ്ഥിതി ഗവേഷണ സ്ഥാപനങ്ങളും നാമനിർദ്ദേശം ചെയ്തവരിൽ നിന്നാണ് വിദഗ്ധരെ നിയമിക്കുന്നത്. 2007 നോബൽ സമാധാന സമ്മാനം നേടിയ ഡോക്ടർ റോബർട്ട് വാട്സൺസ് വിദഗ്ധ സമിതിയുടെ ഒരു ഉപാധ്യക്ഷനാണ് ഡോക്ടർ എസ് ഫൈസി. അടുത്ത നമുക്ക് നോക്കാം. അപ്പം ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ജിയോ റിവ്യൂ എഡിറ്റർ ആരാണ്? ഡോക്ടർ എസ് ഫൈസി ആണ്. അടുത്തത് നമ്മൾ പെർസിവറൻസ് റോവറിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ 1000 ദിവസം പൂർത്തിയാക്കിയിട്ട് ഇരിക്കുകയാണ് ചൊവ്വയിൽ ആര്? പെർസിവറൻസ് റോവർ എന്ന് പറയുന്നത്. പെർസിവറൻസ് റോവർ എന്താണ്? അപ്പോൾ നമുക്ക് ആദ്യം പെർസിവറൻസ് റോവർ എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ നാസയുടെ ചൊവ്വ പര്യവേക്ഷണ പേടകമാണ് എന്തെന്ന് പറയുന്നത്? പെർസിവറൻസ് റോവർ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് എത്ര ദിവസം പൂർത്തിയാക്കി? ചൊവ്വയിൽ 1000 ദിവസം പൂർത്തിയാക്കി. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ചൊവ്വയിൽ നിന്നും കല്ലുകൾ ഭൂമിയിൽ എത്തിച്ച് പഠനം നടത്തുക എന്നതാണ് ലക്ഷ്യം. അത് 2031 സാധ്യമാകുമെന്നാണ് ശാസ്ത്ര ഗവേഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഓക്കെ, ശാസ്ത്ര ഗവേഷകർ വിലയിരുത്തുന്നത് എന്താണ്? 2031 ചൊവ്വയിൽ നിന്നും കല്ലുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിച്ച് പഠനം നടത്താൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഗവേഷകർ വിശ്വസിക്കുന്നത്. 2020 ജൂലൈ 30 അറ്റ്ലസ് 5 റോക്കറ്റിലാണ് പെർസിവറൻസ് വിക്ഷേപിച്ചത്. ഓക്കെ, 2020 ജൂലൈ 30 അറ്റ്ലസ് 5 എന്ന് പറഞ്ഞ റോക്കറ്റിലാണ് എന്ത് വിക്ഷേപിച്ചത്? പെർസിവറൻസ് റോവർ വിക്ഷേപിച്ചത്. അപ്പോൾ ഈ പെർസിവറൻസ് റോവർ എന്താണ്? നാസയുടെ ചൊവ്വ പര്യവേക്ഷണ പേടകമാണ് പെർസിവറൻസ് റോവർ, മറക്കരുത്. അതുപോലെ തന്നെ ചൊവ്വയിൽ മനുഷ്യവാസം സാധ്യമാകുമോ എന്ന സാധ്യത തേടിയുള്ള ദൗത്യം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? ചൊവ്വയിൽ മനുഷ്യവാസം സാധ്യമാകുമോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി കൂടിയാണ് എന്ത് അയച്ചിരിക്കുന്നത്? പെർസിവറൻസ് റോവർ നാസ അയച്ചിരിക്കുന്നത്. ചൊവ്വയിൽ മനുഷ്യവാസം സാധ്യമാകുമോ, ഭാവിയിൽ നമ്മുടെ മനുഷ്യവാസം ചൊവ്വയിൽ സാധ്യമാകുമോ എന്ന് പിന്നെ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയാണ് പെർസിവറൻസ് റോവർ 2020 ജൂലൈ 30 അറ്റ്ലസ് 5 റോക്കറ്റ് വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ പരീക്ഷണത്തിനുള്ള 7 ഉപഗ്രഹങ്ങളും 23 ക്യാമറകളും 2 മൈക്രോഫോണും ഈ പേടകത്തിലുണ്ട്. ഓക്കെ, 30 കോടി മൈൽ സഞ്ചരിച്ചിട്ടാണ് പെർസിവറൻസ് റോവർ ഈ ചൊവ്വയിൽ ഇപ്പം എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? പെർസിവറൻസ് റോവർ എന്താണ്, ആരുടെ പര്യവേക്ഷണ വാഹനമാണ്, എന്താണ് അതിൻ്റെ ലക്ഷ്യം, എന്നാണ് അത് വിക്ഷേപിച്ചത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ കറണ്ട് അഫെയറിൽ വരുന്നതാണ്. സയൻസ് ആൻഡ് ടെക്നോളജി കറണ്ട് അഫെയർ വരുന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം നോട്ട് ചെയ്തെടുക്കുക. അപ്പം പെർസിവറൻസ് റോവറിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് പെർസിവറൻസ് റോവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാസയുടെ ചൊവ്വ പര്യവേക്ഷണ പേടകമാണ് എന്തെന്ന് പറയുന്നത്? പെർസിവറൻസ് റോവർ എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യയിലെ തന്നെ നമ്മുടെ ISROയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാവുന്ന ഒരു കണ്ടുപിടുത്തം എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഒരു ഗവേഷണം എന്ന് തന്നെ പറയാം. ഗഗൻയാൻ ദൗത്യം. എന്താണ് ഗഗൻയാൻ ദൗത്യവും ആൻഡ് വ്യോമമിത്ര? എന്താണ് ഗഗൻയാൻ ദൗത്യവും വ്യോമമിത്ര? എന്താണ്? മനുഷ്യരെ ബഹിരാകാശത്ത് അയക്കുന്ന ഇന്ത്യയുടെ ദൗത്യമാണ് എന്തെന്ന് പറയുന്നത്? ഗഗൻയാൻ എന്ന് പറയുന്നത്. മനുഷ്യരെ ബഹിരാകാശത്ത് അയക്കുന്ന ഇന്ത്യയുടെ ദൗത്യമാണ് എന്തെന്ന് പറയുന്നത്? ഗഗൻയാൻ. ഇന്ത്യയുടെ ISROയുടെ ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടി നമ്മൾ ആദ്യം അയക്കുന്നത് ആരെയാണ്? ആദ്യം അയക്കുന്നത് വനിതാ റോബോട്ടായ വ്യോമമിത്രയെയാണ്, ഇല്ലേ? വനിതാ റോബോട്ടായ വ്യോമമിത്രയാണ് അയക്കുന്നത്. ഈ വ്യോമമിത്രയെ അയക്കുമെന്ന് നമ്മൾ ആരാണ് പറഞ്ഞത്? പിന്നെ അതായത് വനിതാ റോബോട്ട് വ്യോമമിത്രയെ അയക്കുമെന്ന്, ഇന്ത്യ ബഹിരാകാശത്ത് അയക്കുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അദ്ദേഹം ആജ് തക് അജണ്ടയിൽ സംസാരിക്കുമ്പോൾ അടുത്ത വർഷം പരീക്ഷണ പറക്കൽ ഉണ്ടാകുമെന്നും 3 വർഷത്തിനുള്ളിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി, അല്ലേ? നമ്മുടെ കേന്ദ്ര
ശാസ്ത്ര സാങ്കേതിക മന്ത്രി ആരാണ്? ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. അദ്ദേഹം പറയുകയുണ്ടായി അല്ലേ, ഗഗൻയാൻ ദൗത്യത്തിൽ നമ്മൾ ആദ്യമായിട്ട് അയക്കുന്ന വനിതാ റോബോട്ടിന്റെ പേരെന്താണ്? വ്യോമമിത്ര. ഇത് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗഗൻയാൻ ദൗത്യം ഒരു 2 ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത് നിന്ന്. ഏതാണ്? ഗഗൻയാൻ ദൗത്യം എന്താണ്? മനുഷ്യരെ ബഹിരാകാശത്ത് അയക്കുന്ന ഇന്ത്യയുടെ ISROയുടെ ദൗത്യത്തിന്റെ പേരെന്താണ്? ഗഗൻയാൻ. ഒരു ചോദ്യം. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അത് നമ്മൾ ആദ്യമായിട്ട് അയക്കുന്ന വനിതാ റോബോട്ടിന്റെ പേരെന്താണ്? വ്യോമമിത്ര അല്ലേ, വ്യോമമിത്രയാണ്. ഇത് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഉള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ. ആദിത്യ L1 അല്ലേ, ആദിത്യ L1 എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ജനുവരി 6-ന് L1 പോയിന്റിലേക്ക് എത്തുമെന്നാണ്, ആദിത്യ L1 എത്തുമെന്നാണ് ആര് പറയുന്നത്? ISRO മേധാവിയായ ഡോക്ടർ സോമനാഥ് സാർ പറയുന്നത് അല്ലേ. അദ്ദേഹം അതുപോലെ തന്നെ ഇപ്പോൾ ആദിത്യ L1 ഫുൾ ഡിസ്ക് ചിത്രങ്ങൾ തന്നെ ഭൂമിയിലേക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. സൂര്യന്റെ ഫുൾ ഡിസ്ക് ചിത്രങ്ങൾ ഇപ്പോൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ 2 11:50-ന്, അതായത് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ വിക്ഷേപണ ഡേറ്റും വിക്ഷേപണം എവിടെ നിന്നാണ്, ടൈം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്റ്റംബർ 2-ാം തീയതി 11:50-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. മറക്കരുത്, സെപ്റ്റംബർ 2 11:50-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ഓക്കെ, ജനുവരി 6-ന് അത് L1 പോയിന്റിൽ എത്തിച്ചേരുമെന്നാണ് ISRO മേധാവിയായിരിക്കുന്ന ഡോക്ടർ സോമനാഥ് സാറ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം തന്നെ ആദിത്യ L1 കുറേ സൂര്യൻ്റെ ഫുൾ ഡിസ്ക് ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അടുത്ത് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ നിസാർ മിഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിസാർ മിഷൻ. നിസാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച് 2024-ൽ വിക്ഷേപിക്കാനൊരുങ്ങുന്ന ദൗത്യമാണ് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, അതായത് നിസാർ. ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച് 2024-ൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യം ഏതാണ്? നിസാർ ദൗത്യം എന്ന് പറയുന്നത്. അതായത് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ, അതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അനുദിനം വഷളായി വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുക എന്നതാണ് നിസാർ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. നിസാർ ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അനുദിനം വഷളായി വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുക എന്നതാണ് നിസാർ ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. വിക്ഷേപണത്തിന് മുന്നോടിയായി ഇപ്പോൾ പിന്നെ ഇതിൻ്റെ നിസാർ ദൗത്യത്തിൻ്റെ ചിത്രങ്ങളൊക്കെ ISRO പുറത്തുവിട്ടിട്ടുണ്ട്. ഇതാണ് ഒരു ചിത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ഇത് വിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ ഏതാണ് വാഹനം? ഇസ്രോയുടെ GSLV Mark 2 ആണ് നിസാറിനെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ISROയുടെ വാഹനമായ GSLV Mark 2 ആണ് നിസാറിനെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് കുറേ കറണ്ട് അഫേഴ്സ് ഒക്കെ പഠിച്ചു. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്നിരിക്കുന്ന പുതിയ കുറേ അപ്ഡേറ്റ്സും കറണ്ട് അഫേഴ്സും ഒക്കെ പഠിച്ചു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന പരീക്ഷകളിലും എല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്ന പോയിന്റും എക്സ്ട്രാ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പുതിയ അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെയും ബൈ.